ശോഭന ചെലവൊക്കെ ഉണ്ട് കേട്ടാ. ഇനിയിപ്പോ മൊത്തം ചെലവായിരിക്കും. വലിയ നായികയൊക്കെ ആയല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു എന്റെ പേരങ്ങോട്ട് മാറ്റിയാലോ. സിനിമയിൽ ഓൾറെഡി ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ എന്റെ പേരില്. അപ്പൊ ഇനി 2 ശോഭന എന്ന് പറയുമ്പോ ഒരു പേരായിട്ടാ. അതെ, ഞാനൊരു പേര് പറയട്ടെ. അല്ല, നമ്മുടെ സ്ഥലം തിരുവാണിയൂരാണല്ലോ. തിരുവാണിയൂർ തിലോത്തമ വേണ്ടായിരിക്കും? അത് വേണ്ട, ഞാൻ വേറെ തപ്പിക്കോളാം. എടാ, എനിക്ക് ചേരും അത്. നല്ല പേരാ. അതല്ലെങ്കിലും അങ്ങനെ തോന്നുള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. അതെ, ഈ സിനിമക്കാരത്ര ശരിയല്ല കേട്ടോ. അതുണ്ടല്ലോ, ഈ എന്തെങ്കിലും നല്ല കാര്യം വരുമ്പോഴേക്ക് കുശുമ്പോന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചന്ദ്രനെ കുറിച്ചല്ലാട്ടോ ഞാൻ പറഞ്ഞേ, ഞാൻ പൊതുവെ പറഞ്ഞ. അതല്ല, സിനിമക്കാര് ഇപ്പൊ സിനിമ വന്നു കഴിഞ്ഞാൽ പറയൂലോ, അവളെ പല രീതിയിലൊക്കെയാണല്ലോ പറയാ. അതുകൊണ്ടാ പറഞ്ഞേ. അല്ല, ഞാൻ ശോഭനെ പറ്റിട്ടല്ലാട്ടോ പറഞ്ഞത്. പിന്നെ എനിക്കറിയാലോ. സുബ എപ്പോഴാണോ വരുന്നത്? ഇപ്പൊ മൊത്തം തിരക്കായിരിക്കും. ഫോണാന്നേ, സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് സമയമില്ല. മുടിയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് സോൾട്ട് ഓഫ് പെപ്പർ സ്റ്റൈലാ, പക്ഷെ ഒന്ന് പാലറി പോണം. അല്ല, സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ ചെറുപ്പക്കാരികളാണ് എല്ലാവർക്കും ഇഷ്ടം. ഇങ്ങനെ വയസ്സായ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ കാണുമ്പോ അധികം പ്രായം തോന്നിക്കാറില്ലാന്നാ പൊതുവെ പറയാറ്. കുശുമ്പുള്ളവർക്ക്. പക്ഷെ ചന്ദനെ കുറിച്ചല്ലാട്ടോ, ഈ പൊതുവെ ആൾക്കാരിങ്ങനെ ഓരോന്ന്. അതെ അന്നല്ലോ സുബു. കിട്ടി സിനിമ കിട്ടി സിനിമ കിട്ടി സിനിമ കിട്ടി. സിനിമ കിട്ടിയോണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മുത്തേ മുത്തേ കന്നഡ മുത്തേ, മുത്തേ മുത്തേ നമ്മുടെ മുത്തേ, കന്നഡ വെച്ചൊരു നമ്മുടെ മുത്തനെ കിട്ടി സിനിമ കിട്ടി വീണ് കിട്ടി. അറിഞ്ഞു കാണുമല്ലോ അല്ലേ? പിന്നെ കേട്ടു. തുടച്ചു വെക്കണേ. സിനിമ എങ്ങനെ തുടങ്ങും? സിനിമ പ്രീ പ്രൊഡക്ഷൻ ഇപ്പൊ തുടങ്ങാൻ പോവാ. നായിക ഞാൻ തന്നെയല്ലേ? അല്ലേ? പിന്നല്ലേ. അല്ല, ഞാനൊരു കാര്യം പറട്ടെ, ഇവള് നായികയായിട്ടുള്ള ഒരു ലുക്കൊന്നും ഇല്ല കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. മെയിൻ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ ആയിട്ട് പുള്ളിയെ നിർത്തിയേക്കുന്നത്. സന്തോഷായില്ലേ? നീ വലിയ സന്തോഷിക്കണ്ട. ഉണ്ട് ഒരു റോളുണ്ട്. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ. അല്ല, ഇങ്ങനെയൊക്കെയുള്ള റോളുണ്ട്. വല്ല കണ്ണുപൊട്ടന്റെ റോളാണെങ്കിൽ നല്ലതായിരിക്കും. പുള്ളിയാ പ്രൊഡക്ഷൻ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്ന പുള്ളിയെ പുതിയ മനോജ് കാരന്തൂർ അറിയോ? ഇങ്ങനെയാണോ കുക്ക് ചെയ്യാൻ പോണത്? അവരുടെ ഒരു കഷ്ടകാലം. ഈ സിനിമ എങ്ങനെയാണോ നശിച്ചു പോവേ. കളിയൊക്കെ ഒന്നും വേണ്ട കേട്ടോ. എനിക്ക് 3 നേരം ഫുഡ് ഉണ്ടാക്കി തരുന്ന പുള്ളിയാണ്. ഓക്കെ, ഗെറ്റ് മൈ പോയിന്റ്. താഴെ വർത്തമാനം ഒന്നും സംസാരിക്കുന്നതിന്റെ മുത്തും ഇല്ലെങ്കിൽ പൊയ്ക്കോളൂ. വലിയ സിനിമക്കാരനായതാ വിചാരം. അതെ, തിയേറ്ററിലൊന്നും വന്ന് കാണട്ടെ എങ്ങനെയുണ്ട് സിനിമ. ഞങ്ങൾ ഫാമിലിപരമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. പോയിട്ട് വരും. അതെ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പിന്നെ കാണാം കേട്ടോ. എന്തായിരിക്കോ സിനിമ? നിങ്ങളൊക്കെയല്ലേ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന സിനിമയില്. സിനിമ എന്തായിരിക്കോ? അയ്യോ എൻ്റെ ദൈവമേ. ഹലോ, ഞാൻ കൃഷ്ണനാണേ. സാറേ പറഞ്ഞോ. ഞാൻ ഇന്നലെ ഒരു മീറ്റിംഗിലുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? നമുക്കത് നാളത്തേക്ക് വെച്ചാലോ? സാറേ നാളെ തന്നെ വരാലോ. നാളെ ഒരു 10 മണിക്ക് നമ്മുടെ ഓഫീസിൽ എത്തുട്ടോ. ആ സ്ക്രിപ്റ്റും കൂടെ ഒന്ന് എടുക്കണേ. ശരി സാറേ. ശരി. ഓക്കെ സാർ. ഓക്കെ. പൊട്ടനും പോയി ചെട്ടനും പോയി പടവിലും ഒക്കെ ഹൈലസാ. അയ്യോ, എന്റെ സ്ക്രിപ്റ്റ് എന്തിയേ? മാമ എന്തിവിടെ? മാമനാ? അല്ല, മുത്തോണ്ണൻ ഇവിടെ. മുത്തോണ്ണൻ അറിയില്ലല്ലോ, ഇങ്ങോട്ടേക്ക് വന്നില്ല. ഒന്നില്ലേ? മുത്തോണ്ണനെ കാണാൻ വന്നതല്ല. പിന്നെ? അല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ല. ഇല്ലേ? നമ്മുടെ പടം തുടങ്ങാൻ പോലെ. സിനിമ ഓർക്കണ്ട്. ഭയങ്കര തിരക്ക. ആൾക്കാരാണെങ്കിൽ മൊബൈലിൽ വിളി, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചാൻസ് ചോദിച്ച് വിളിയാണ്. ഞാനതൊന്നും വലിയ മൈൻഡ് ചെയ്യാൻ പോകാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടു വരണം. ഈ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല.
അല്ലേ? അല്ല, പക്ഷെ കുട്ടിയുടെ ഫേസ് വെച്ച് സിനിമയിൽ നല്ലൊരു ഭാവി ഉണ്ടാവാനുള്ള ഒരു ഇതുണ്ട്. എന്റെ പൊന്നു മാമ പഠിച്ചിട്ട് തന്നെ ഒരു നിലയിൽ എത്തുന്നില്ല, പിന്നെ ഇനി അഭിനയിക്കാൻ പോണത്. അല്ല, അഭിനയിക്കാൻ വലിയ വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പുട്ടി, പിന്നെ കുറച്ച് ക്യൂട്ട്നെസ്, അതൊക്കെ ഉണ്ട്. അല്ല, പുട്ടിയുണ്ട്, അല്ലാതെ തന്നെ അത്യാവശ്യം സൗന്ദര്യം ഉണ്ട് കേട്ടോ. താങ്ക്സ്. പിന്നെ എൻ്റെ സിനിമയായോണ്ട് പറയല്ല, കാര്യം ശോഭനയാണ് ഇപ്പം നടിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവൻ്റെ ഒരു ഇതാണ് നമുക്കത്. പക്ഷെ മാറ്റണമെങ്കിൽ മാറ്റും ഞാൻ. കാരണം അല്ല, മാറ്റണമെങ്കിൽ ഞാൻ മാറ്റും. അല്ല, ഞാനാണല്ലോ കഥ എഴുതുന്നത്. അല്ല, കുഴപ്പമില്ല. അല്ല, കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം കുട്ടി ആ ക്യാരക്ടറിന് ആപ്റ്റാ. താല്പര്യമില്ല. അല്ല, ഞാൻ പറയരുത്. നീ അറിഞ്ഞില്ല ഇവിടെ കാര്യങ്ങളൊന്നും? ഇല്ല. കോഴിയോ? എവിടെ? പേരക്കകത്ത് കയറുന്ന കോഴിയാണ്, അതിനെയൊക്കെ കണ്ടിച്ച് കറി വെക്കണം. മിക്കവാറും ഞാൻ കൊന്നു കറി വെക്കും. അല്ല മുത്തണ്ണ, അത് മറ്റേ സാധനം തണുപ്പിക്കാൻ പറ്റായിരുന്നു. എന്ത് സാധനം? അല്ല, മറ്റേ പെയിന്റ്, ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. നീ അകത്ത് തന്നെ ചേച്ചി അന്വേഷിക്കുന്നു. ഞാനിങ്ങനെ പറയുമായിരുന്നു, അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിക്കാനൊന്നും പോരുന്നു. നീ സിനിമ എടുക്ക്, കഥ എഴുതി, എന്ത് തെണ്ടിത്തരം വേണേലും കാണിക്കും. എൻ്റെ വീട്ടിൽ കയറി പെണ്ണുങ്ങളോട് ഒരുമാതിരി പെരുമാറി ഉണ്ടല്ലോ, വെട്ടി കയറി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. ചേട്ടാ, അണ്ണൻ നന്നായിട്ട് സീരിയസ് ആയിട്ടുള്ള ഡയലോഗ് പറയുന്നുണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ അകത്തൊരു വേഷം ഉണ്ട് കേട്ടോ. ശരിക്കും സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു വേഷം, അത് ചെയ്യണം കേട്ടോ. സിനിമയില് ആ റോള് ചെയ്യണം. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഡയലോഗ് പറയുമ്പോഴത്തേക്ക് തന്നെ പറ്റി സ്ക്രിപ്റ്റ് കാണുന്നില്ലടാ. എടാ, അത് അവിടെ എവിടെയെങ്കിലും നോക്കടാ, ബാഗിന്റെ അകത്ത് വല്ലോ. അവിടെ ഒന്നും ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി. മറ്റേ ആ പ്രൊഡ്യൂസറും വിളിച്ചെന്നെ, ആ ചെറുക്കൻ. എടാ, നീ അത് നീ എവിടെ വെച്ചത്? എടാ, ഞാൻ ബാഗിന്റെ അകത്തല്ലേ വെച്ചത്, നിങ്ങൾ കണ്ടോണ്ടിരുന്നല്ലേ? ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണ്ടേ? സൂക്ഷിച്ച് വെക്കണ്ടെന്ന് പറഞ്ഞ ബാഗിന്റെ അകത്തല്ലേ വെച്ചത്. ബാഗിനകത്ത് പിന്നെ എവിടെ പോയി? ബാഗ് നിന്റെയില്ലായിരുന്നോ? ഞാൻ കണ്ടാണല്ലോ നീ അയാളുടെ കൂടെ ബൈക്കിൽ അയാളുടെ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് മേടിച്ചിട്ട് തിരിച്ച് ബാഗിൽ തന്നെ വെച്ചോണ്ട് പോകുന്നത്. എന്റെ ബാഗിന്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അത് എവിടെ പോയി? പുറയിലെ പെട്ടത്തല്ലേനും ഉണ്ടായിരുന്നു. നീ ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എടാ, ഇത് നീ തമാശയായിട്ട് എടുക്കേണ്ട കാര്യമാണോ? ആ മറ്റേ അവൻ വിളിച്ചിട്ടുണ്ട് 10 മണിക്ക് പറഞ്ഞ ആ പ്രൊഡ്യൂസർ. എടാ, അതാണോ ഇവിടുത്തെ കാര്യം? സ്ക്രിപ്റ്റ് മര്യാദയ്ക്ക് സൂക്ഷിക്കണ്ടേ? ഞാൻ എത്ര അറിയത്തില്ല, എന്റെ സ്ക്രിപ്റ്റ് കാണുന്നില്ല. നീ ചുമ്മാ ഇത് പുള്ളകളിയായിട്ടാണ് നീ കാണുന്നത്. എടാ, എത്ര കഷ്ടപ്പെട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത്. നാളെ അവൻ എന്നെ ചെത്തും, എനിക്കറിയാം. ഇവനാണോ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നത്? നീ ഒരു സ്ക്രിപ്റ്റ് സൂക്ഷിക്കാൻ പറ്റും. നീ എങ്ങനെയാടാ ഒരു സിനിമ ചെയ്യാൻ? ഒരു കാര്യം ചെയ്യ്, എന്റെ DTP കോപ്പി കൊണ്ടുപോവാ, അതുകൊണ്ട് കൊടുക്കാം. ഞാൻ അതിന് കോപ്പി എടുത്തിട്ടില്ല. ബെസ്റ്റ്. അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കൊടുത്തത്. ഇവൻ കൊണ്ട് എടാ, നാളെ 10 മണിക്കാ മറ്റേ അയാളെ വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ചോദിക്കുന്നേ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണെന്ന് നിനക്കറിയാം. പ്രധാനപ്പെട്ട ഡോക്യുമെന്റാ. ഞാനത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ ബാഗിനകത്ത് വെച്ചായിരുന്നല്ലോ. പിന്നെ അത് എവിടെ പോയി? എനിക്കറിയത്തില്ല. ഞാൻ ആ ബാഗ് വെച്ച പെട്ടതല്ലേ പുറകിരുത്തി ഇപ്പൊ ഇവിടെ വന്നല്ലോ ഉള്ളോ. ആകെ തുണിയെ മാറിയിട്ടുള്ളൂ. പുറകെ പുള്ളി ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിയാണെന്നും ചെയ്യത്തില്ല, അത്ര കഴിവൊന്നും പുള്ളിക്കില്ല. ഇത് എനിക്ക് അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമാണോ? വിടാൻ പറ്റുന്ന വിടാത്ത അല്ലല്ലോ. അയാൾ അതൊക്കെ ചെയ്യുമോ നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾക്ക് മറ്റേ ഈ പാചകത്തിനകത്ത് ഉപ്പിടാനും നിങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് എന്റെ ജീവിത പ്രശ്നമാണ്. എന്ത് വന്നാലും ഇപ്പൊ സാധനം കയ്യിലില്ല, എന്തോ ചെയ്യും അത് നീ പറ. നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പുറകിൽ പുള്ളി ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി എന്റെ പുറകെ ഇരിപ്പുണ്ടായിരുന്നു. ബായിൽ സാധനം ഉണ്ടായിരുന്നു. എടാ, അയാൾ അതൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത അയാൾ ഒരു പുള്ളപ്പൂച്ചയാണ്. അയാൾ ചെറിയ സാധനം പോലും ചെയ്യാൻ കഴിയത്തില്ലാത്തവനാ ഇത്രയും വലിയ സാധനം ചെയ്യുന്നത്. സാധനം ഉണ്ടായിരിക്കുമോ? ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. പുള്ളിയാണ് എടുത്തെങ്കിൽ ഇന്ന് പുള്ളിയുടെ അവസാനമാണ്. ഇനി പുള്ളി അല്ല എടുത്തെങ്കിൽ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അവസാനമാണ്. നീ ഓർത്തോ. വാ, പുള്ളിയോട് തന്നെ ചോദിക്കാം. കാച്ചി കുറുക്കി വെച്ച പാലാണ്, കാനന വനിയിലത്തേനാണ്, കാമിനി നെഞ്ചിരിയേതാണ്, പറയൂ നീ മനസ്സിൽ എന്താണ്? എന്തോ പ്ലേറ്റ് വെച്ചിട്ട് പോയോ? സ്ക്രിപ്റ്റ് എത്തിയാ?